Good morning. We last class discussed half-wave rectifier. Half-wave rectifiers are used to convert AC to DC, where only half of the wave is rectified. The disadvantage is efficiency less than 50%. Half of the FE signal as such wasted. Half in a rectify pulsating DC. Therefore, its efficiency is less than 41%. ഈ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. എഫിഷ്യൻസിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തു. റിപ്പിൾ ഫാക്ടർ അനദർ ടേം വിച്ച് ക്വാണ്ടിഫൈ ദ ക്വാളിറ്റി ഓഫ് എ റെക്ടിഫയർ ഇസ് റിപ്പിൾ ഫാക്ടർ എന്താണെന്ന് പറഞ്ഞു. റിപ്പിൾ ഫാക്ടർ ഔട്ട്പുട്ടിൽ പൾസേറ്റിംഗ് ഡി സി ആണ്. ദെയർഫോർ ദ റേഷ്യോ ഓഫ് എ സി കോമ്പണൻറ്റ് ഇൻ ദ ഔട്ട്പുട്ട് ടു ഡി സി കോമ്പണൻ്റ് നമ്മൾ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.21 ഫോർ എ ഹാഫ് വേവ് റെക്ടിഫയർ. പിന്നെ PIV റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡയോഡിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം റിവേഴ്സ് വോൾട്ടേജിനാണ് നമ്മൾ PIV റേറ്റിംഗ് എന്ന് പറയുക. അപ്പോൾ ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ PIV എന്ന് പറയുന്നത് VM ആണ്. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് മുഴുവനായിട്ട് റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ ഈ ഡയോഡിന് അക്രോസ് വരും. ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. And today we will be discussing a full wave rectifier. Full wave rectifier, as the name suggests, the full AC wave is rectified to or converted into DC using more than 2 diodes. 2 or more than 2 diodes. That's a full wave rectifier. So a full wave rectifier is defined as a type of rectifier that converts both halves of each cycle of an alternating wave. കാരണം മറ്റേതിൽ നമ്മൾ ഹാഫ് ഓഫ് ദ വേവ് ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളിന് മാത്രമേ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനിലാവുള്ളൂ. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിന് മാത്രമേ ഉള്ളൂ ഹാഫ് വേവ് റെക്ടിഫയറിലുള്ള സിംഗിൾ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് ഹാഫും കണ്ടക്ട് ചെയ്യിക്കുന്നു. ദാറ്റ് ഈസ് പോസിബിൾ ബൈ യൂസിങ് 2 ഡയോഡ്സ് ഓർ മോർ ദാൻ 2 ഡയോഡ്സ്. ആൻഡ് വി ആർ ഗെറ്റിംഗ് എ പൾസേറ്റിംഗ് ഡി സി സിഗ്നൽ. ഇവിടെ നമുക്കൊരു പൾസേറ്റിംഗ് ഡി സി സിഗ്നലാണ് കിട്ടുന്നത്, പ്യുവർ ഡി സി അല്ല. Now full wave rectifiers are used to convert AC voltage to DC voltage, requiring multiple diodes to construct. ഇനി നമുക്ക് എത്ര ഡയോഡ് യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഓപ്പറേഷൻ അനുസരിച്ചിട്ട് ഫുൾ വേവ് റെക്ടിഫയേഴ്സ് യൂഷ്വലി 2 types of full wave rectifiers are used. Center tapped full wave rectifier and full wave bridge rectifier. അപ്പോൾ ഈ രണ്ട് റെക്ടിഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ ആൻഡ് പിന്നെ ബ്രിഡ്ജ് റെക്ടിഫയർ. സോ ലെറ്റ് us ഫസ്റ്റ് സീ വാട്ട് ഇസ് എ സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ. അപ്പം ഈ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട് സെൻറ്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയർ. അപ്പോൾ ഹിയർ ഓൾസോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഹാഫ് വേവ് റെക്ടിഫയറിന് 3 ഇമ്പോർട്ടൻറ്റ് കോമ്പണൻസ് ആണുള്ളത്. ഒരു ട്രാൻസ്ഫോമർ ഉണ്ടായിരിക്കും, പിന്നെ ഒരു ഡയോഡാണ്. ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ കേസിൽ ഒരു ഡയോഡാണ്. ഇവിടെ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ കേസിൽ ഈ പെർട്ടിക്കുലർ ടൈപ്പ് സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ കേസിൽ 2 ഡയോഡ്സ് യൂസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ലോഡ് റെസിസ്റ്റൻസ് ഉണ്ടാവും അക്രോസ് വിച്ച് ദ ഔട്ട്പുട്ട് ഇസ് ടേക്കൺ. ഇനി ഇതിന് സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയാൻ കാരണം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ ഇതിൻ്റെ കണ്ടോ ഇവിടെ ABC എന്ന് പറഞ്ഞിട്ടുള്ള 3 പോയിന്റ്സ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ടോട്ടൽ വോൾട്ടേജിനെ ഹാഫ് ആക്കുന്ന ഒരു പോയിന്റിൽ അതിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു ടാപ്പിംഗ് ഉണ്ടാവും ഇതിനകത്ത്. ഇതിനാണ് സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ സെക്കൻഡറിയിൽ 3 ടെർമിനൽസ് ഉണ്ടാവും, ഒരു സെൻറ്റർ ടാപ്പും പിന്നെ 2 എൻസും. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അങ്ങനെയല്ല, 2 എൻസ് AB മാത്രമേ ഉള്ളൂ ഹാഫ് വേവ് റെക്ടിഫയറിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒരു സെൻറ്റർ ടാപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫുൾ വേവ് റെക്ടിഫയർ കൺസ്ട്രക്ട് ചെയ്യുമ്പം ഈ പെർട്ടിക്കുലർ ട്രാൻസ്ഫോമർ എടുത്താൽ മാത്രമേ ഉള്ളൂ അത് സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ ആക്കാൻ പറ്റുള്ളൂ. സോ അപ്പോൾ ഇതാണ് സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ട്രാൻസ്ഫോമറിൻ്റെ പ്രത്യേകത ഇതാണ്. അതിന് സെൻറ്ററിൽ അതായത് ഈ കൊടുക്കുന്ന വോൾട്ടേജിന് ടോട്ടൽ വോൾട്ടേജിന് നമ്മളിവിടെ 2 VM ആയിട്ടാണ് എടുക്കുന്നത്. ടോട്ടൽ വോൾട്ടേജിന് അതിന് എക്സാക്ട്ലി ഹാഫായിട്ട് ഈ പോയിന്റ് C ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ VM വരും. ഹിയർ ദ വോൾട്ടേജ് വിൽ ബി VM. വോൾട്ടേജ് അക്രോസ് ദീസ് 2 പോയിന്റ്സ് VM ആൻഡ് ഇവിടെയും അതേപോലെ തന്നെ VM വരും. So that the total voltage across the secondary of the transformer is 2 VM. Total voltage is 2 VM. Okay. പിന്നെ എന്ത് ഉണ്ടാവും? പോയിന്റ് A is connected to the positive of the diode D1 or anode of the diode D1. ഒരു ഫസ്റ്റ് ഡയോഡിൻ്റെ പോസിറ്റീവിലേക്ക് A എന്ന് പറഞ്ഞ എൻഡ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. സെക്കൻഡ് ഡയോഡിൻ്റെ പോസിറ്റീവിലേക്ക് B എന്ന് പറഞ്ഞ എൻഡ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ എന്തുണ്ടാവും?
ഈ രണ്ട് നെഗറ്റീവ്സും കോമൺ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് നെഗറ്റീവ്സും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ആ കോമൺ പോയിന്റിൽ ദർ ഇസ് ദ ലോഡ് റെസിസ്റ്റൻസ് ഇസ് കണക്റ്റഡ് ആൻഡ് ദ അതർ എൻഡ് ഓഫ് ദ ലോഡ് റെസിസ്റ്റൻസ് ഇസ് കണക്റ്റഡ് ടു ദ സെൻറ്റർ ടാപ്പിംഗ് സി, ദ പോയിന്റ് സി. അപ്പോൾ ഇതാണ് ലോഡ് റെസിസ്റ്റൻസ്. ഇപ്പോൾ ഇങ്ങനെയും ഈ ഡയഗ്രാം വരയ്ക്കാറുണ്ട്. ഈ പാർട്ട് ഡയോഡ് പാർട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇത് ആദ്യത്തെ ഡയോഡ്, ഇത് രണ്ടാമത്തെ ഡയോഡ്, ഇത് കോമൺ ആയിട്ട് കണക്ട് ചെയ്യുക. ഇതിൻ്റെ നെഗറ്റീവ്സ് ഒരുമിച്ച് കണക്ട് ചെയ്യുക. എന്നിട്ട് ഈ കോമൺ റെസിസ്റ്റൻസിൽ നിന്ന് നമ്മളൊരു ലോഡ് റെസിസ്റ്റൻസ് എടുക്കും. ഈ ലോഡ് റെസിസ്റ്റൻസിൻ്റെ മറ്റേ എൻഡ്, അപ്പോൾ ഇവിടെ ട്രാൻസ്ഫോമർ ഉണ്ട് അല്ലേ, ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വരച്ച തെറ്റി. അപ്പം സോറി ഇങ്ങനെയല്ല വരിക. അപ്പം ചിലപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിൽ ഇങ്ങനെയും കാണാം. അതായത് ഈ കണക്ഷൻ സെയിം ആണ്, നോക്കിയാൽ മതി. എ എന്ന് പറഞ്ഞ എൻഡ് പോസിറ്റീവ് സൈഡ് ഓഫ് ഡയോഡ് D1ലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് ഡയോഡ് D1 and the end B is connected to the diode D2. Then negatives of the two diodes are connected together. From that point RL, one end of the RL is connected to that point and the other end to the center tapping point C. അപ്പോൾ ഇത്രയാണ് കണക്ഷൻസ് ഉള്ളത്. Now let us see what happens when we apply an AC signal. ഇതാണ് ഇൻപുട്ടിൽ നമ്മൾ AC സിഗ്നൽ കൊടുക്കുന്നു. ഔട്ട്പുട്ടിൽ അതിൻ്റെ ഒരു എന്താണ് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടുള്ള ഒരു വാല്യൂ, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പം നമുക്കറിയാം ഇവിടെ നമ്മൾ കൊടുക്കുന്നത് AC ആണ്. അപ്പോൾ AC എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ ഹാഫ് സൈക്കിളിൽ അത് പോസിറ്റീവാണ്, ഈ പോസിറ്റീവ് വരും അല്ലേ. ആദ്യത്തെ ഹാഫ് സൈക്കിളിൽ ലെറ്റ് എൻഡ് A ഈസ് പോസിറ്റീവ്. അപ്പോൾ എൻഡ് A പോസിറ്റീവ് ആണെങ്കിൽ എൻഡ് B നെഗറ്റീവ് ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ പോയിന്റ് C, A ഈസ് ഫോർവേഡ് അല്ലെ, A ഈസ് പോസിറ്റീവ് അല്ലേ. അപ്പോൾ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എൻഡ് A പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് ഇറ്റ് ഇസ് ഇക്വിവലന്റ് ടു കണക്ടിങ് പോസിറ്റീവ് എൻഡ് ഓഫ് ദ ബാറ്ററി ടു ദ പോസിറ്റീവ് ഓഫ് ദ ഡയോഡ്. സോ ദ ഡയോഡ് D1 ഇസ് ഫോർവേഡ് ബയസ്ഡ്. പക്ഷേ ഈ ഭാഗത്ത് നോക്കൂ, ഇത് B നെഗറ്റീവ് ആണ് വരിക. ഈ നെഗറ്റീവിലോട്ട് ഡയോഡിൻ്റെ D2ൻ്റെ പോസിറ്റീവ് ആണ് കണക്ട് ചെയ്ത്. സോ ഇറ്റ് ഇസ് റിവേഴ്സ് ബയസ്ഡ്. സോ ദിസ് ഡയോഡ് D2 വിൽ നോട്ട് കണ്ടക്ട് ഡ്യൂറിങ് ദ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ. വേറസ് D1 കണ്ടക്ട്. അപ്പോൾ D1 കണ്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. ഈ കറണ്ട് എന്ത് ചെയ്യും, ഇങ്ങനെ പോയി ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ? ഇല്ല, കാരണം ഇവിടെ നെഗറ്റീവാണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഡയോഡ് കൂടെ പോകുന്ന കറണ്ട് ഇതിലേ പോയിട്ട് ഈ റെസിസ്റ്റൻസ് RL കൂടെ പാസ് ചെയ്യും. അപ്പോൾ RL കൂടെ ഉള്ള കറണ്ട് അല്ലെങ്കിൽ RL അക്രോസ് ഉള്ള വോൾട്ടേജ് പോസിറ്റീവായിട്ട് തന്നെയാണ് വരിക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ കിട്ടി പോസിറ്റീവ് ഹാഫ് സൈക്കിളിന് അത് കടത്തി വിട്ടു. ഇനി നോക്കൂ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, അടുത്ത ഹാഫ് സൈക്കിൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഹാഫ് ഓഫ് ദ പീരീഡ് കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവായി. അപ്പം നെഗറ്റീവ് ആവുമ്പം A നെഗറ്റീവ് ആവും, B പോസിറ്റീവ് ആവും. അപ്പോൾ നോക്കൂ, ഇത് നെഗറ്റീവ് ഇസ് കണക്റ്റഡ് ടു പോസിറ്റീവ്. ഇപ്പോൾ D1 ഇസ് റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനും, D1 കണ്ടക്ട് ചെയ്യില്ല, D1 റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനും. അപ്പോൾ ഇതിലേ കറണ്ട് പാസ് ചെയ്യില്ല. നേരെ മറിച്ച് ഇതോ D2 പോസിറ്റീവിനോട് പോസിറ്റീവ് കണക്ട് ചെയ്യുന്ന കണ്ടീഷൻ വരും. സോ ദാറ്റ് D2 ഇസ് ഫോർവേഡ് ബയസ്ഡ്. അപ്പോൾ കറണ്ട് ഏതിലൂടെയാണ് പാസ് ചെയ്യാം, ഈ D2 കൂടെ കറണ്ട് പാസ് ചെയ്യും. അങ്ങനെ ഇവിടെ എത്തിയാൽ അതിനങ്ങോട്ട് പോകാൻ പറ്റുമോ? ഇല്ല, കാരണം ഇവിടെ ഡയോഡിൻ്റെ നെഗറ്റീവാണ് ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യും, കറണ്ട് അങ്ങോട്ടേക്ക് പാസ് ചെയ്യും. അപ്പോഴും നോക്കൂ, ഈ RL കൂടെ ഉള്ള കറണ്ട് നേരത്തെ ഉണ്ടായിരുന്ന കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിലാണ് അല്ലേ. അല്ലെങ്കിൽ വോൾട്ടേജ് നേരത്തെ ഏത് പോസിറ്റീവ് വോൾട്ടേജ് ആണെങ്കിൽ ഇപ്പോഴും പോസിറ്റീവ് വോൾട്ടേജാണ്. പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതോ നെഗറ്റീവ് വോൾട്ടേജ് ആണ് അല്ലേ. നെഗറ്റീവ് ഹാഫ് സൈക്കിളിലാണ് ഇൻപുട്ടിൽ വരുന്നത്. പക്ഷേ RL അക്രോസ് വരുന്ന വോൾട്ടേജ് പോസിറ്റീവ് തന്നെ വരും. അപ്പോൾ രണ്ടാമത്തെ ഹാഫും ഇങ്ങനെ കിട്ടി. പിന്നെ എന്ത് ചെയ്യും, അപ്പോഴത്തേക്ക് ഒരു ഫുൾ സൈക്കിൾ കഴിഞ്ഞു. അപ്പോൾ അടുത്ത പീരീഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരും. ഈ ഭാഗം ഫോർവേഡ് ആവും നേരത്തെ പോലെ. അപ്പോൾ D1 കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഈ ഭാഗം കിട്ടും. അടുത്തതിൽ D2 കണ്ടക്ട് ചെയ്യും, അതും പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ ഔട്ട്പുട്ട് കിട്ടുക എന്ന് പറയുന്നത്, ഇതിൽ ഷേപ്പൊക്കെ മാറിയിട്ടുണ്ട്, ഇതിൽ കിട്ടുക എന്ന് പറയുന്ന ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും, ഇങ്ങനെ ആയിരിക്കും. ഇപ്പോൾ 0 പോസിറ്റീവ് V മാക്സിമം മാത്രം വേരി ചെയ്യുന്ന കറണ്ടാണ് കിട്ടുക. നേരെ മറിച്ച് ഇൻപുട്ടിൽ നെഗറ്റീവ് V മാക്സിമം വരെ വേരി ചെയ്യുന്നൊരു പോർഷനും കൂടെ ഉണ്ടായിരുന്നു. അതിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്തു, പോസിറ്റീവ് V മാക്സിമം വരെ വേരി ചെയ്യുന്ന കറണ്ടാക്കി മാറ്റി. അതുകൊണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ആക്കി മാറ്റി. അതുകൊണ്ടാണ് നമ്മൾ AC-നെ DC ആക്കി എന്ന് പറയുന്നത്. AC എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്, ഓൾട്ടർനേറ്റ്സ് ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വോൾട്ടേജസ്. വേറെ ഇവിടെ എന്താ നമുക്ക് കിട്ടിയത്,
ഇത് ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് വേരി ചെയ്യുന്നുണ്ട്. ഓസിലേറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ്സ് വേരിയിങ്. പക്ഷേ അത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഓസിലേറ്റിംഗ് അല്ല, ഡയറക്റ്റ് കറണ്ട് ആയിട്ട് എടുക്കാം. ബട്ട് ദ നേച്ചർ ഓഫ് ദ കറണ്ട് ഇസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്, നേച്ചർ ഓഫ് ദ വോൾട്ടേജ് ഇസ് നോട്ട് കോൺസ്റ്റൻറ്റ്. ഇതുപോലെ സാധാരണ ഒരു ഡയറക്റ്റ് കറണ്ട് പോലെ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ അല്ല, ഇറ്റ്സ് എ പൾസേറ്റിംഗ് DC. സോ ദിസ് ഇസ് ദ ആക്ഷൻ ഓഫ് എ സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ. Hope it is clear to you. So, and center tapped full wave rectifier system consists of center tapped transformer, 2 diodes, resistive load. A center tapped transformer is the one whose secondary winding is split equally into 2 halves with a common center tapped connection C. The full wave rectifier circuit consists of 2 diodes connected to a single load resistor RL, with each diode taking it in turn to supply current to the load. അല്ലേ, ഓരോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ D1 ആണ് RLന് കറണ്ട് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ D2 ആണ് RLന് കറണ്ട് സപ്ലൈ ചെയ്യുന്നത്. അതാണ് നമ്മൾ പറയുന്നത് ഈച്ച് ഡയോഡ് ടേക്ക് ഇറ്റ്സ് ഓൺ ടേൺ ടു സപ്ലൈ കറണ്ട് ടു ദ ലോഡ്. അതെങ്ങനെയാണെന്നുള്ളത് അടുത്തത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ. വെൻ ദ പോയിന്റ് A of the transformer is positive with respect to the point C, diode D1 conducts in the forward direction as indicated by the arrows. When point B is positive, that is in the negative half of the cycle, then with respect to the point C, diode D2 conducts in the forward direction and the current flowing through the resistor RL is in the same direction for both half cycles. ഇതാണ് അതിൻ്റെ ഓപ്പറേഷൻ. ഇനി നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? അതിനകത്ത് എഫിഷ്യൻസി കാണണം, റിപ്പിൾ ഫാക്ടർ കാണണം, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് കാണണം, PIV കാണണം. ഇപ്പോൾ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്താണെന്ന് നോക്കാം. സപ്പോസ് VM ബി ദ മാക്സിമം വോൾട്ടേജ് അക്രോസ് ഹാഫ് സെക്കൻഡറി വൈൻഡിങ്. ആ ഡയഗ്രത്തിൽ കാണിച്ചു. നെഗ്ലെക്റ്റിംഗ് ദ ഫോർവേഡ് റെസിസ്റ്റൻസ് ഓഫ് ദ ഡയോഡ്, ദ വോൾട്ടേജ് അപ്പിയറിംഗ് അക്രോസ് RL ഇസ് VM. Let at this time D1 conducts and D2 does not. Therefore, whole of the secondary voltage appears across the non-conducting diode. Consequently, the peak inverse voltage is twice the maximum voltage across half secondary winding. ഇതിൽ സോ നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ ബിറ്റ്വീൻ A and C the voltage is VM and between C and B the voltage is VM. So that the total secondary voltage is 2 VM. അപ്പോൾ ഇതിൽ ഇഫ് വി ടേക്ക് ദിസ് ലൂപ്പ്, ദറ്റ് ഇസ് AD1CA, ഈ ലൂപ്പ് എടുത്താൽ എന്താ വരും? ഈ ലൂപ്പിൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് VM ആണ്. ആൻഡ് ഡ്യൂറിങ് ദിസ് കണ്ടീഷൻ, ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, D1 conducts or it is forward biased, so we can neglect the forward resistance of this diode D1. അപ്പോൾ ഇതിൻ്റെ ഇത് കണ്ടക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് ഇല്ലയെന്ന് നമ്മൾ ഇല്ലയെന്ന് അസ്യൂം ചെയ്താൽ എന്തായിരിക്കും? നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് മുഴുവനായിട്ട് എവിടെ ഡ്രോപ്പ് ചെയ്യും? RLന് അക്രോസ് ഡ്രോപ്പ് ചെയ്യും. സോ വാട്ട് വിൽ ബി ദ വോൾട്ടേജ് അക്രോസ് RL? VM. അതായിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് VM ആണ്. നമുക്ക് കാണേണ്ടത് PIV ആണ്. അതായത് ഇതിൽ 2 ഡയോഡ്സ് ഉണ്ട്. ഇതിൽ ഓരോ ഡയോഡിനും മാക്സിമം അതിന് അക്രോസ് വരാവുന്ന മാക്സിമം വോൾട്ടേജ് എത്രയാണെന്നുള്ളതാണ് കാണേണ്ടത്. അത് കാണാൻ വേണ്ടി ലെറ്റ് us ടേക്ക് ദിസ് ലൂപ്പ് AD1 D2 BA. ഈ ഒരു മൊത്തമായിട്ട് ലൂപ്പ് എടുത്തിട്ട് ഇതിൽ നമ്മൾ കിർച്ചോഫ് ലോ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ടോട്ടൽ ലൂപ്പിൽ ഇപ്പോൾ നമ്മളിത് വേറെ തന്നെ വരയ്ക്കുകയാണെങ്കിൽ യു ക്യാൻ ഡ്രോ ഇറ്റ് ആസ്. അപ്പോൾ നമ്മൾ ഈ ലൂപ്പ് എടുക്കുകയാണ് AD1 D2 BA. D1 കാണിക്കാത്തതിൻ്റെ കാരണം പറഞ്ഞുതരാം. D2 BA. ഇതിൽ D1 ആദ്യത്തെ ഹാഫ് സൈക്കിളിൽ D1 ഫോർവേഡ് ബയസ്ഡ് ആണ്. അപ്പോൾ അതിന് റെസിസ്റ്റൻസ് ഇല്ല. സോ വി ക്യാൻ ഷോർട്ട് ഇറ്റ്. നമുക്ക് ഇവിടെ ഒന്നും ഇല്ലാണ്ട് ഒരു വയർ കണക്ട് ചെയ്യുന്നതിന് ഇക്വിവലൻ്റ് ആണ്. റെസിസ്റ്റൻസ് ഇല്ലാത്തത് കാരണം സാധാരണ ഒരു വയർ പോലെ കാണിച്ചു. പിന്നെയോ D2 റിവേഴ്സ് ബയസ്ഡ്. അപ്പോൾ അതിന് അക്രോസ് നല്ലൊരു ഹൈ റിവേഴ്സ് അല്ലെങ്കിൽ ഹൈ റെസിസ്റ്റൻസ്, ഇറ്റ് ഇസ് ഇക്വിവലൻ്റ് ടു കണക്റ്റിംഗ് എ ഹൈ റെസിസ്റ്റൻസ് അല്ലേ? റിവേഴ്സ് ബയസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. ദെയർഫോർ ഇറ്റ് ഇസ് ഇക്വിവലൻ്റ് ടു കണക്റ്റിംഗ് എ റെസിസ്റ്റൻസ്. അപ്പോൾ D2 അവിടെ ഉണ്ട്. പിന്നെ BA. ഇനി നോക്കിയാൽ അറിയാം നമ്മളിവിടെ കൊടുക്കുന്ന എൻ്റെയും ബിൻ്റെയും ഇടയ്ക്കുള്ള ടോട്ടൽ വോൾട്ടേജ് എന്താ? ദാറ്റ് ഇസ് 2 VM. അപ്പോൾ ഈ റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ ഈ 2 VM അക്രോസ് ഏതിനാ വരിക? D2ന് അക്രോസ് ഈ ടോട്ടൽ വോൾട്ടേജ് വരും. കാരണം വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് മുഴുവൻ ഇതിന് അക്രോസ് ഡ്രോപ്പ് ചെയ്യും. ദെയർഫോർ ദ വോൾട്ടേജ് അക്രോസ് ഡയോഡ് D2 ഇസ് 2 VM. ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇതിന് പകരം ഇത് ഈ പോയിന്റ് ഇക്വിവലൻ്റ് ടു ഷോർട്ട് സർക്യൂട്ട് ചെയ്തതിന് ഇക്വിവലൻ്റ് ആണ്. അപ്പം ഫുൾ വോൾട്ടേജ് എവിടെ ഡ്രോപ്പ് ചെയ്യും? D1ന് അക്രോസ് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ
എന്തായിരിക്കും മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് അപ്പിയറിംഗ് അക്രോസ് ഈച്ച് ഡയോഡ് വിൽ ബി 2 VM. അപ്പോൾ PIV എന്തായിരിക്കും? മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് ദാറ്റ് അപ്പിയേഴ്സ് അക്രോസ് ഈച്ച് ഡയോഡ് ഡ്യൂറിംഗ് റിവേഴ്സ് സൈക്കിൾ വിൽ ബി ഈക്വൽ ടു 2 VM. അപ്പോൾ ഒരു സെൻറ്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയറിന്റെ PIV 2 VM ആണ്. ഇതൊരു അഡ്വാൻറ്റേജ് ആണോ ഡിസഡ്വാൻറ്റേജ് ആണോ? ഡിസഡ്വാൻറ്റേജ് ആണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ PIV റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ ഡയോഡിനും താങ്ങാവുന്ന മാക്സിമം വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ ഇതിന് കൂടുതൽ PIV റേറ്റിംഗ് ഉള്ള ഡയോഡ് യൂസ് ചെയ്യേണ്ടി വരും. കാരണം 2 VM നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് വോൾട്ടേജ് മുഴുവനായിട്ട് ഇപ്പോൾ നമ്മൾ 2 VM, അതായത് ഈ നമ്മളിപ്പോൾ 10 വോൾട്ട് ആണ് കൊടുക്കുന്നതെങ്കിൽ ഓരോ ഡയോഡിന്റെ അക്രോസ് വരുന്നത് ഓരോ ഡയോഡിന്റെ ബിറ്റ്വീൻ A ആൻഡ് C വരുന്ന വോൾട്ടേജ് 5 ആണെങ്കിൽ പോലും ഓരോ ഡയോഡിന് അക്രോസും വരുന്ന മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് 10 വോൾട്ടേജ് വരും. അപ്പൊ 10 വോൾട്ട് PIV റേറ്റിംഗ് ഉള്ള ഡയോഡ് വേണം യൂസ് ചെയ്യാൻ. അപ്പം കൂടുതൽ PIV റേറ്റിംഗ് ഉള്ള ഡയോഡ് വേണം സെന്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയറിന് യൂസ് ചെയ്യാൻ. നൗ നേരത്തെ പറഞ്ഞ സപ്പോസ് VM be the maximum voltage across half secondary winding, neglecting the forward resistance of the diode, the voltage appearing across RL is VM. Now let at this time D1 conducts and D2 does not. Therefore, whole of the secondary voltage appears across the non-conducting diode. Consequently, the peak inverse voltage is twice the maximum voltage across half secondary winding. That is PIV is equal to 2 VM. Now let us calculate the efficiency. Efficiency നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ eta is equal to DC power output divided by AC power input. Now DC power output is equal to IDC square into RL. കാരണം DC power എടുക്കുന്നത് across RL ആണ് നമ്മൾ വോൾട്ടേജ് മെഷർ ചെയ്യുന്നത്. So therefore the DC power output will be equal to IDC square into RL. അവിടെ ആ പവർ എന്ന് പറയുന്നത് അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് DC കറണ്ട് ആണ് നമുക്ക് കിട്ടുന്നത്. So IDC square into RL. And AC power input is IRMS, നമ്മൾ കൊടുക്കുന്ന കറണ്ട് IRMS square into total resistance in the circuit. There will be one forward resistance RS of each diode plus RL. Now this AC power input is IRMS square into RF plus RL. അപ്പോൾ ഇത് രണ്ടോടെ ഡിവൈഡ് ചെയ്താൽ you will get eta. Now IRMS ഉം IDC എങ്ങനെ കാണാം? പീക്ക് വാല്യൂ ഓഫ് IDC കാണണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സ്പ്രഷൻ യൂസ് ചെയ്യാം. അതിനു മുമ്പ് IM മാക്സിമം വാല്യൂ ഓഫ് ലോഡ് കറണ്ട് IM is equal to മാക്സിമം നമ്മൾ വോൾട്ടേജ് ആണ് റെപ്രസെന്റ് ചെയ്തത്, കഴിഞ്ഞ ഡെറിവേഷനിൽ ചെയ്താണ്. സോ ഐ എം നോട്ട് ഗോയിങ് ടു ദ ഡീറ്റെയിൽസ് ഓഫ് ദാറ്റ്. So we are applying an AC input signal which is time varying that can be represented by V is equal to Vm sin omega t. Therefore the corresponding current variation can be represented as I is equal to Im sin omega t, where Im is equal to, in terms of Vm, how can you write Im? Im is equal to Vm divided by RL plus RF. So Im is equal to Vm divided by RL plus RF. Now average current IDC. അപ്പോൾ ഇതിലെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഹാഫ് വേവ് റെക്ടിഫയറിലെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഔട്ട്പുട്ടിലെ പൾസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ ആവറേജ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളൊരു ഫുൾ ആവറേജ് എന്ന് പറഞ്ഞാൽ ഇത് 0 ടൈം, ഇത് T ടൈം, ഇത് ഹാഫ് ടൈം പീരീഡ് T/2. അപ്പൊ ഈ ഒരു ഫുൾ പീരീഡിലെ ആവറേജ് ആണ് നമുക്ക് കാണേണ്ടത്. ഈ ഫുൾ പീരീഡിലെ ആവറേജ് എന്ന് പറഞ്ഞാൽ 0 to T/2 ഉള്ള ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആഡ് ചെയ്യുക, പ്ലസ് T/2 to T ഉള്ള ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആഡ് ചെയ്യുക, എന്നിട്ട് ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. അതായത് ഹാഫ് വേവ് റെക്ടിഫയറിന്റെ I is equal to IDC is equal to ഇങ്ങനെയാ ചെയ്തത്, ഇന്റഗ്രൽ 0 to T/2 IDT ഇൻസ്റ്റന്റേനിയസ് വാല്യൂ IDT പ്ലസ് ഇന്റഗ്രൽ T/2 to T IDT ടോട്ടൽ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ T ആണ് ചെയ്തത്. പക്ഷെ ഇതിൽ എന്തായിരുന്നു? ഈ വാല്യൂ 0 ആയിരുന്നു. ഇവിടെ നമ്മൾ ഫുൾ വേവ് റെക്ടിഫയറിന്റെ കേസിൽ ആവറേജ് കാണണമെങ്കിൽ എന്താണ്? 0 to T/2 ആണ് ഇത്, T/2 to T ഇതാണ്. ഒന്നുകിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? 0 to T/2 IDT പ്ലസ് T/2 to T IDT ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ചെയ്യാം. അതിന്റെ ആവശ്യമില്ല, കാരണം 0 to T/2 എന്താണോ അതേപോലത്തെ വേരിയേഷൻ ആണ് പിന്നെ ഓരോ ഹാഫ് സൈക്കിളിൽ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമുക്ക് കുറച്ചുകൂടെ സൗകര്യത്തിൽ ചെയ്യാൻ IDC is equal to ഇന്റഗ്രൽ 0 to T/2 IDT ഡിവൈഡഡ് ബൈ അതുവരെയുള്ള ടൈം ആഡ് ചെയ്താൽ മതി.
അതുവരെയുള്ള ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ദാറ്റ് ഇസ് T/2 അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം, IDC is equal to 0 to T/2 IDT plus T/2 to T IDT, the total divided by 1 by time period. Total time period കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം ഇത് രണ്ടും സെയിം ആണ്, ഒരേപോലത്തെ വേരിയേഷൻ ആയത് കാരണം ദിസ് ഇസ് ഇക്വിവലന്റ് ടു 2 times 0 to T/2 IDT. അതാണ് എഴുതിയത്. ദിസ് ഇസ് ഇക്വിവലന്റ് ടു 2 times 0 to T/2 IDT. പിന്നെ പുറമെ ഒരു 1/t ഉണ്ട്. അതിനല്ലേ ഇവിടെ വരുന്നത്. T/2 എന്ന് പറഞ്ഞാൽ 2/t വരും. അപ്പൊ അതാണ് ഇവിടെ എഴുതിയത്. IDC is equal to 0 to T/2 IDT divided by 0 to T/2 DT ടോട്ടൽ ടൈം. അപ്പൊ ഇത് നമ്മൾ ഓൾറെഡി ചെയ്താണ്. ഈ 2 ഇവിടെ ഇല്ലെങ്കിൽ 1/t 0 to T/2 IDTന്റെ വാല്യൂ Im/π എന്ന് പറഞ്ഞ ലാസ്റ്റ് ഡെറിവേഷൻ നമ്മൾ ചെയ്തതാണ്. Therefore, here it will be equal to IDC is equal to 2 times നേരത്തെ കിട്ടിയ വാല്യൂ, that is Im/π. 2 Im/π കിട്ടും. Therefore, power output DC power is equal to IDC square into RL, that is equal to 2 Im/π into RL. ഇതേപോലെ IRMS കാണാം. മീൻ സ്ക്വയർ കറണ്ട് കണ്ടിട്ട് അതിന്റെ റൂട്ട് എടുത്താൽ യു വിൽ ഗെറ്റ് ദ RMS വാല്യൂ. മീൻ സ്ക്വയർ കറണ്ട് കാണണമെങ്കിൽ ഇതേ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് 0 to T/2 I square DT ഡിവൈഡഡ് ബൈ T/2 ചെയ്താൽ മതി. അല്ലേ, നേരത്തെ ഡിവൈഡ് ബൈ T ആയിരുന്നു ചെയ്തത്. അപ്പൊ ഡിവൈഡ് ബൈ T ചെയ്യുമ്പോൾ യു ആർ ഗെറ്റിംഗ് ഇറ്റ് ആസ് Im²/4. അപ്പൊ ഇവിടെ അതിന്റെ 2 times വരും, ദാറ്റ് ഇസ് Im²/2. Therefore, root mean square current is root of Im²/2, that is Im/√2. Therefore, power input AC power is equal to IRMS square into RF plus RL is equal to Im²/2 into RL plus RF. നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ ഫുൾ സ്റ്റെപ്പ് വെച്ചിട്ട് എഴുതുക. ഈ ഇന്റഗ്രേഷൻ ഒന്നും ഇവിടെ കാണിച്ചിട്ടില്ല, നമ്മൾ ഹാഫ് വെയർ എക്സസൈസിൽ ചെയ്തതുകൊണ്ട്. പക്ഷെ ഇത് എസ്സേ ചോദിക്കുമ്പോൾ ഫുൾ ഡെറിവേഷൻ ചെയ്യണം. അപ്പോൾ ഓരോ ഈ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടെ കാണിക്കുക. ഇതിലും അതേപോലെ DC കാണുന്ന വാല്യൂ നേരത്തെ പറഞ്ഞ ഈ ഇന്റഗ്രേഷൻ, ഈ 2 Im/π എങ്ങനെയാ കിട്ടുന്നതെന്ന് ഈ പാർട്ടിന് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് കാണിക്കുക. ഐക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് I is equal to Im sin ωt. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ റിസൾട്ട് വരെ എത്തിക്കാം. Therefore, efficiency is equal to PDC square by output DC per PDC square divided by PAC square, that is 2 Im/π the whole square into RL divided by Im²/2 into RF plus RL, that is 8/π square into 4 വരും, 4 Im²/π square. പിന്നെ ഈ 2 മുകളിലേക്ക് പോകും. അപ്പൊ 8 Im² ക്യാൻസൽ ചെയ്ത് പോകും ബൈ പൈ സ്ക്വയർ. 8/π square into RL by RF plus RL, that is eta is equal to 8/π square calculate ചെയ്താൽ you will get it as 0.81 into RL divided by RF plus RL. Divide throughout by RL, then you will get eta is equal to 0.812 into 1 by RF by RL plus 1. Now we know that this is the forward resistance of the diode, which is very small compared to the load resistance RL. So you can neglect RF with respect to you can neglect RF by RL since its value is very much less than 1. Then the maximum efficiency is 0.812. ഇത് നെഗ്ലക്ട് ചെയ്തില്ലെങ്കിൽ ഇവിടെ ഒരു ഡിനോമിനേറ്ററിൽ ഒരു വാല്യൂ വരും. സോ ദ എഫിഷ്യൻസി വിൽ ബി ലെസ് ദാൻ 0.812. So the maximum efficiency of a full wave rectifier is 0.812. That is 81.2% of AC power is converted into DC power. In other words, a full wave rectifier is twice as effective as half wave rectifier. നമ്മൾ എന്തായാലും എക്സ്പെക്റ്റഡ് ആണ്, കാരണം അതിൽ ഫുൾ വേവിനെ റെക്ടിഫിക്കേഷന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. നേരെ മറിച്ച് ഹാഫ് വേവ് റെക്ടിഫയറിൽ ഹാഫ് ഓഫ് ദ വേവ് ആസ് സച്ച് വേസ്റ്റഡ് ആണ്. അപ്പോൾ എഫിഷ്യൻസി എന്തായാലും ലെസ് ദാൻ 50% ആയിരിക്കും. ഇവിടെ ബോത്ത് ഹാഫ്സ് ആർ ടേക്കൺ ഫോർ റെക്ടിഫിക്കേഷൻ. Therefore, efficiency is nearly twice as that of half wave rectifier. Now, the ripple factor. Ripple factorന്റെ ഫോർമുല ഇത് നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചാണ് എങ്ങനെയാണ് വരുന്നതെന്ന്. ആക്ച്വലി ഇറ്റ് ഇസ് the AC RMS value of AC component in the output divided by DC component in the output. It can be derived as, the expression can be derived as this: gamma is equal to root of IRMS square by IDC the whole square minus 1.
ഇവിടെ IRMSന്റെ വാല്യൂ കിട്ടിയത് Im/√2 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ IDC കിട്ടിയത് 2Im/pi the whole square minus 1. അത് ചെയ്താൽ you will get it as √pi²/8 minus 1. The values substitute ചെയ്താൽ gamma is equal to 0.48 കിട്ടും. This means that in a full wave rectifier output the DC component is more than the AC component. കാരണം gamma less than 1 ആണെങ്കിൽ ഡിനോമിനേറ്റർ കുറവായിരിക്കും. Numerator കുറവായിരിക്കും. Numerator is less than denominator. That is AC component is less than DC component. അപ്പോൾ കുറച്ചുകൂടെ റിപ്പിൾസ് കുറവാണ്. AC component കുറവാണ്. നമുക്ക് കിട്ടേണ്ടത് അതാണ്. DC component ആയിരിക്കണം കൂടുതൽ. So for a full wave rectifier, in the output there will be more DC component compared to AC component. Now the advantages and disadvantages. Advantages എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജസ് എഫിഷ്യൻസി കൂട്ടാൻ പറ്റി അല്ലേ, പവർ ലോസ് കുറച്ചു. Full wave rectifier have higher rectification efficiency than half wave rectifiers. This means that they convert AC to DC more efficiently. They have low power loss because no voltage signal is wasted in the rectification process. ഇതല്ല ഹാഫ് വേവ് റെക്ടിഫയറിൽ ഹാഫ് ഓഫ് ദ വേവ് വേസ്റ്റഡ് ആണ്. അപ്പോൾ പവർ ലോസ് കൂടുതലായിരുന്നു. ഇവിടെ ലെസ് പവർ ലോസ് ആണ്. Then the output voltage of center tapped full wave rectifier has lower ripples than a half wave rectifier. ഹാഫ് വേവ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ 1.21 ആയിരുന്നു. അപ്പോൾ AC component is greater than the DC component. പക്ഷെ ഇവിടെ AC component കുറവാണ്. Therefore the ripple factor is less. Disadvantages: the center tapped rectifier is more expensive than half wave rectifier and tends to occupy a lot of space. കാരണം സെന്റർ ടാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അങ്ങനത്തെ ട്രാൻസ്ഫോമർ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു റെക്ടിഫയർ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഇസ് ദ ഡിസഡ്വാൻറ്റേജ്. Okay, next we will discuss the full wave bridge rectifier. ഇതും സെന്റർ ടാപ്ഡ് റെക്ടിഫയർ പോലെ തന്നെ ഒരു ഫുൾ വേവ് റെക്ടിഫയർ ആണ്. where there are 4 diodes. 4 diodes ഇതിനകത്ത് യൂസ് ചെയ്യും. ഇപ്പം നമ്മുടെ ഇതിനകത്ത് കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റെസിസ്റ്റീവ് ലോഡും ട്രാൻസ്ഫോമറും ഉണ്ടാവും. പിന്നെ ഡയോഡിൻ്റെ എണ്ണം 4 ബ്രിഡ്ജ് റെക്ടിഫയർ. ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ ബ്രിഡ്ജ്. അപ്പോൾ ഇവിടെ അത് ട്രാൻസ്ഫോമർ പ്രൈമറി, ട്രാൻസ്ഫോമർ സെക്കൻഡറി. അപ്പോൾ ഇവിടെ ഈ പോയിന്റ് 1 2 ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. 1 is അതായത് ഇപ്പോൾ ഇത് ഇങ്ങോട്ടേക്കാണെങ്കിൽ മറ്റേത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കണക്ട് ചെയ്യുക. പിന്നെ അതേപോലെ ഈ ബ്രിഡ്ജിൻ്റെ അടുത്ത 2 ആമിൽ, ഫസ്റ്റ് ആമിൽ ബിറ്റ്വീൻ 1 and 4 ഡയോഡ് ഈ ഡയറക്ഷനിൽ കണക്ട് ചെയ്യും. അതേപോലെ 3 and 2 സെയിം ഡയറക്ഷനിൽ കണക്ട് ചെയ്യും. ഈ 2 ഓപ്പോസിറ്റ് ബ്രിഡ്ജിൻ്റെ ഓപ്പോസിറ്റ് ആംസിൽ, അതായത് 3 to 1 2 to 1 സെയിം ഡയറക്ഷനിലായിരിക്കും. ആൻഡ് ദ റെസിസ്റ്റൻസ് ഇസ് കണക്റ്റഡ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് 3 and 4. ഇതാണ് അതിൻ്റെ കണക്ഷൻസ് വരിക. ഇതെങ്ങനെയാണ് നമുക്ക് ബ്രിഡ്ജ് റെക്ടിഫയർ അല്ലെങ്കിൽ ഒരു ഫുൾ വേവ് റെക്ടിഫയർ ആയിട്ട് ആക്ട് ചെയ്യാമെന്ന് നോക്കാം. ലെറ്റ് ദ വോൾട്ടേജ് അപ്ലൈഡ് ബി, അതായത് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് നമ്മൾ സൗകര്യത്തിന് VM ആണെന്ന് വിചാരിക്കുക. നമ്മൾ സെൻറ്റർ ടാപ്പ് റെക്ടിഫയറിൽ ടോട്ടൽ സെക്കൻഡറിയിലുള്ള ഔട്ട്പുട്ട് 2 VM ആയിട്ട് എടുത്തത്, സെൻറ്ററിന് ഒരു പോയിന്റിലേക്കുള്ളത് VM ആയിട്ട് എടുത്തു. ടോട്ടൽ നമ്മൾ കൊടുക്കുന്ന സെക്കൻഡറി വോൾട്ടേജ് 2 VM ആയിട്ട് എടുക്കുന്നത്. ഇവിടെ നമുക്ക് VM വെച്ചിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഈ 2 എൻഡ്സിൻ്റെ ഇടയിലുള്ള വോൾട്ടേജ് VM ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ AC ആണ് കൊടുക്കുന്നത്. അപ്പോൾ AC ആകുമ്പം ആദ്യം ഈ എൻഡ് പോസിറ്റീവായിട്ട് വരും അല്ലേ. ദിസ് എൻഡ് ഇസ് പോസിറ്റീവ്. അതായത് during the positive half cycle of the input signal, this end becomes positive and this end becomes negative. അപ്പോൾ നോക്കൂ, കറണ്ട് ഇവിടുന്ന് കറണ്ട് വെടുത്തി 1 എത്തിയാൽ എങ്ങോട്ട് പോകും? ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ? ഇല്ല. ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ പോസിറ്റീവ് ഇസ് കണക്റ്റഡ് ടു നെഗറ്റീവ്, അപ്പോൾ റിവേഴ്സ് ബയസ്ഡ് ആണ്. അപ്പോൾ ബിയിലേക്ക് പോകാൻ പറ്റില്ല, എയിലേക്ക് പോകാൻ പറ്റും. കാരണം എ എന്ന് പറഞ്ഞാൽ ഡയോഡിൻ്റെ പോസിറ്റീവ് ഇസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ഓഫ് ദ ബാറ്ററി ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കറണ്ട് പോകും. ഇനി അത് ഈ ജംഗ്ഷൻ 4 ഈ 4 ഇങ്ങോട്ടേക്ക് പിന്നെ ഈ ആമിലേക്ക് പോകാൻ പറ്റുമോ? ഡി എന്ന് പറഞ്ഞ ഡയോഡ് കണക്ട് ചെയ്ത് ആമിലേക്ക് പോകാൻ പറ്റില്ല. കാരണം എന്താണ്? അവിടെ റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. അപ്പോൾ കറണ്ട് എന്ത് ചെയ്യും? 4 കറണ്ട് എന്ത് ചെയ്യും? ഈ റെസിസ്റ്റൻസ് കൂടെ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യും. അങ്ങനെ അത് ജംഗ്ഷൻ 3 അത് ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, കാരണം ഇത് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? 3 കഴിഞ്ഞിട്ട് പിന്നെ അതാ ഈ ഡയോഡിലേക്ക് സിയിൽ കൂടെ പാസ് ചെയ്ത് 2 ഇവിടുന്ന് ഇങ്ങനെ പാസ് ചെയ്ത് 2 എന്നിട്ട് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യും. അതാണ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ വരിക. അപ്പോൾ നോക്കൂ, റെസിസ്റ്റൻസ് കൂടെയുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് പോസിറ്റീവാണ്.
അപ്പോൾ ആദ്യത്തെ ഹാഫ് സൈക്കിളിൽ പോസിറ്റീവായിട്ട് വന്നു. ഇനി അടുത്ത ഹാഫ് സൈക്കിളിൽ ഇവിടെ നെഗറ്റീവ് വരും, ഇവിടെ പോസിറ്റീവ് വരും. അപ്പോൾ കറണ്ട് എവിടെ എത്തും? ഇവിടെ നെഗറ്റീവ് 1-ൽ എത്തിക്കഴിഞ്ഞാൽ നെഗറ്റീവ് ഇസ് കണക്റ്റഡ് ടു പോസിറ്റീവ്. അപ്പം എ എന്ന് പറയുന്നത് റിവേഴ്സ് ബയസ്ഡ് ആവും. നേരെ മറിച്ച് നെഗറ്റീവ് ഇസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ആകുമ്പം ഇത് ഫോർവേഡ് ബയസ്ഡ് ആവും. അപ്പോൾ കറണ്ട് എങ്ങനെ പോവും? അതായത് അല്ലെങ്കിൽ ഇവിടുന്ന് നമുക്ക് നെഗറ്റീവ് ആകുമ്പോൾ കറണ്ട് ഇങ്ങോട്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല. ഈ എൻഡിൽ നിന്ന് തുടങ്ങാം. ഇതാണ് പോസിറ്റീവ് എൻഡ്. അപ്പോൾ പോസിറ്റീവ് എൻഡ് 2-ൽ എത്തിക്കഴിഞ്ഞാൽ കറണ്ട് ഇവിടെ നിന്നാണ് തുടങ്ങുക. കറണ്ട് 2-ൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, റിവേഴ്സ്ഡ് ബയസ് ആയിരിക്കും. അപ്പോൾ കറണ്ട് ഇങ്ങോട്ട് പോകും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ജംഗ്ഷൻ 4-ൽ എത്തിക്കഴിഞ്ഞാൽ ഇത് റിവേഴ്സ് ബയസ്ഡ് ആണ്, അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? കറണ്ട് ഇങ്ങോട്ട് പോകും. അപ്പോൾ നോക്കൂ, ഈ RL കൂടുള്ള കറണ്ടിന്റെ ഡയറക്ഷൻ എന്താ? നേരത്തെ പോയ അതേ ഡയറക്ഷൻ. ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ബിയിൽ കൂടെ പോയിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യും അല്ലേ? അപ്പം RL അക്രോസ് ഉള്ള വോൾട്ടേജ്, നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തത് നെഗറ്റീവ് ആണെങ്കിലും, അതായത് ഈ എൻ്റെ ഇൻപുട്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ് കൊടുത്തതെങ്കിലും RL അക്രോസ് ഉള്ള വോൾട്ടേജ് എന്തായിട്ട് വന്നു? പോസിറ്റീവായിട്ട് തന്നെ വന്നു. അപ്പം നോക്കൂ, അത് രണ്ടും നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെയും കൂടെ പോസിറ്റീവായിട്ട് മാറ്റി. അങ്ങനെയാണ് റെക്ടിഫിക്കേഷൻ ആക്ഷൻ നടക്കുന്നത്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ആദ്യത്തെ കേസിൽ 1 to 4, 4 to 3, 3 to 2 അങ്ങനെ കംപ്ലീറ്റ് ചെയ്യും. രണ്ടാമത്തെ കേസിൽ കറണ്ട് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? 2 to 4, 4 to 3, 3 to 1 അങ്ങനെ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇത് അങ്ങനെയാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ വി അപ്ലൈ an AC across the bridge during the positive half cycle. The terminal 1 becomes positive and the terminal 2 becomes negative. അല്ലേ, നേരത്തെ നമ്മൾ പറഞ്ഞ terminal 1 become positive during the positive half cycle and terminal 2 become negative. This will cause the diodes A and C to become forward biased. ഏതൊക്കെ ഡയോഡാ? എയും സിയും forward biased ആയിരിക്കും. And the current will flow through it. Meanwhile, diodes B and D will become reverse biased and block current through them. The current will flow from 1 to 4 to 3 to 2. അല്ലേ, 1 to 4 to 3 to 2 ആണ് ഡയറക്ഷൻ വരിക. രണ്ടാമത്തെ ഹാഫ് സൈക്കിളിൽ ഡ്യൂറിംഗ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ദ ടെർമിനൽ 1 will become negative and the terminal 2 will become positive. This will cause the diodes B and D to become forward biased and the current will allow current through them. At the same time, A and C will be reverse biased and will block the current through them. The current will flow from 2 to 4 to 3 to 1. അപ്പോൾ ഇതിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ നിങ്ങൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ മാർക്ക് ചെയ്യണം. ആദ്യത്തെ കേസിൽ കറണ്ട് എന്ന്, അതായത് 1-ന്ന് 4-ലേക്ക്, 4-ന്ന് 3-ലേക്ക്, 3-ന്ന് 2-ലേക്ക്. രണ്ടാമത്തെ കേസിൽ 2-ന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, 2-ന്ന് 4-ലേക്ക്, 4-ന്ന് 3-ലേക്ക്, 3-ന്ന് 1-ലേക്ക്. ഇപ്പോൾ രണ്ട് കേസിലും വോൾട്ടേജ് അക്രോസ് R is പോസിറ്റീവ് ആണ് ഓപ്പറേഷൻ. ഈ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് നോക്കാം. അപ്പോൾ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് നോക്കാൻ നമുക്ക് ഇവിടെ ഈ ഡയഗ്രം ഒന്ന് മാറ്റി വരയ്ക്കാം. അപ്പം ഞാൻ ഈ സർക്യൂട്ട് മാറ്റി വരച്ചതാണ്. ഇപ്പോൾ നോക്കൂ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഈ ഭാഗം പോസിറ്റീവ് ആകുമ്പോൾ നോക്കൂ, ഇത് നമ്മളെ പോസിറ്റീവ്, ഈ ഭാഗം പോസിറ്റീവ് വരുന്ന കേസ്. ഈ ഭാഗം പോസിറ്റീവ് വരുന്ന കേസിൽ ഡയോഡ് എ എന്ന് പറയുന്നത് ഫോർവേഡ് ബയസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഷോർട്ട് ചെയ്തതുപോലെ, റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാത്തതുപോലെ, വെറുതെ ഒരു വയർ കണക്ട് ചെയ്തതുപോലെ വെക്കാം. കാരണം അത് ഫോർവേഡ് ബയസിലാണ്. ഫോർവേഡ് റെസിസ്റ്റൻസ് വളരെ നെഗ്ലിജിബിളാണ്. നോക്കൂ, ഡയോഡ് ഡി റിവേഴ്സ് ബയസ്ഡ് ആണ്, അത് അവിടെ തന്നെ കാണിച്ചു. അതേപോലെ ഡയോഡ് സി ഫോർവേഡ് ബയസ്ഡ് ആണ്, അതും ഷോർട്ട് ചെയ്ത് കാണിച്ചു. ഷോർട്ട് ചെയ്ത് കാണിക്കുക എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. വെറുതെ ഒരു വയർ എടുത്ത് ഈ എൻഡിൽ നിന്ന്, അതായത് ഈ എൻഡ് എന്ന് പറയുന്നത് നമ്മുടെ 3 എന്ന് പറയുന്ന എൻഡാണ് അല്ലേ, ഇത് 3 ആണ്, ഇത് 4 ആണ്, ഇത് 2, ഇത് 1. അവിടെ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാത്ത കാരണം വെറുതെ ഒരു വയർ എടുത്ത് കണക്ട് ചെയ്തു എന്ന് ഇത് കാണിക്കാം. ബി എന്ന് പറയുന്നത് റിവേഴ്സ് ബയസ്ഡ് ആണ്, അത് അവിടെ കാണിച്ചു. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ കൊടുക്കുന്ന VM എന്ന് പറയുന്ന വോൾട്ടേജ് വരുന്നത്. അപ്പോൾ നോക്കൂ, ഇവിടെ നമ്മൾ ഇവിടെ രണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നതിന് ഇക്വിവലൻ്റ് അല്ലേ. ഈ ഡയോഡിന് പകരം ഇവിടെ ഒരു വലിയൊരു റെസിസ്റ്റൻസ് നിൽക്കുക, റിവേഴ്സ് ബയസ്ഡ് ആയത് കാരണം ഒരു ഹൈ റെസിസ്റ്റൻസ് ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. ഇത് നോക്കൂ, ഇത് പാരലൽ കണക്ഷൻ അല്ലേ വരുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ റെസിസ്റ്റൻസ്, ഇവിടെ റെസിസ്റ്റൻസ്. അപ്പോൾ അത് രണ്ട് റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്താൽ ഇക്വിവലൻ്റ് ആണ്. റെസിസ്റ്റൻസ് എന്ന് ഇവിടെ രണ്ട് ഡയോഡ്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് എന്ന് പറയുകയാണെങ്കിൽ ഇത്രയും നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് VM ആണ്. അപ്പോൾ ഇതാണ് കൊടുക്കുന്ന വോൾട്ടേജ് എങ്കിൽ ഓരോ ഡയോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയായിരിക്കും? ഇത് രണ്ടും പാരലായത് കാരണം സെയിം വോൾട്ടേജ് ആയിരിക്കും. VM ആണ്. അപ്പോൾ ഇവിടുത്തെ PIV എത്ര മതി? VM മതി. VM ആയിരിക്കും ഇതിൻ്റെ PIV റേറ്റിംഗ് വരും. ഓക്കെ, സോ
So a full wave bridge rectifier is a type of നമ്മൾ പറഞ്ഞു ഇതിന്റെ കാര്യം PIV. The peak inverse voltage of each diode is equal to the maximum secondary voltage of transformer. നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ maximum secondary voltage VM ആണ്. Suppose during positive half cycles D1 and D3 are forward biased and D2 and D4 are reverse biased. Here PIV of each diode, that is D2 and D4, is equal to the maximum voltage VM across the secondary. In the negative half cycle തിരിച്ചാവും D1 നും D3ക്കും across ഉള്ള maximum reverse voltage വരെ VM ആണ്. അപ്പോൾ VM റേറ്റിംഗ് ഉള്ള ഡയോഡ് യൂസ് ചെയ്താൽ മതി. നേരെ മറിച്ച് നമ്മുടെ സെൻറ്റർ ടാപ്പ് റെക്ടിഫയറിൽ 2 VM റേറ്റിംഗ് ഉള്ള ഡയോഡ് യൂസ് ചെയ്യണം. ഇത് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് PIV സ്മോളർ ആണെന്നുള്ളത് കമ്പയർഡ് ടു സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ. Advantages and disadvantages. Advantages: the need for center tapping of the transformer is avoided. PIV is 1/2 of that of the center tap circuit. Disadvantage: definitely 4 diode വേണം. പിന്നെ during each half cycle of the AC input, the conducting diodes are in series. The voltage drop in the internal resistance of the rectifying unit will be twice as great as in the center tapped circuit. അതെന്താ പറഞ്ഞു വെച്ചാൽ ഓരോ ഹാഫ് സൈക്കിളിലും ഇപ്പോൾ നമുക്ക് നേരത്തെ എടുത്ത ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും. ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഡയഗ്രാം എടുത്താൽ അപ്പോൾ ഇത് ഓരോ ഹാഫ് സൈക്കിളിലും ആദ്യത്തെ ഹാഫ് സൈക്കിൾ എടുത്തിട്ടുണ്ടെങ്കിൽ കറണ്ട് 1 4 പോകുന്നു, 4 3 പോകുന്നു, 3 2 പോകുന്നു. അപ്പോൾ ഇവിടുന്ന് കറണ്ട് ഇങ്ങനെ ഒരേ കറണ്ട് ഈ A എന്ന് പറഞ്ഞ ഡയോഡ് കൂടിയും C എന്ന് പറഞ്ഞ ഡയോഡ് കൂടിയും പോവുകയാണ്. therefore A and C are in series അല്ലേ. അപ്പം ഇതിൻ്റെ നമ്മൾ ഇന്റേണൽ റെസിസ്റ്റൻസ് RF നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന് ഓരോന്നിനും ഒരു സ്മോൾ ഇന്റേണൽ റെസിസ്റ്റൻസ് RF ഉണ്ട്. അത് നമ്മൾ സാധാരണ നെഗ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. പക്ഷെ അത് സ്മോൾ വാല്യൂ ഉണ്ട്, ഡെഫിനറ്റ്ലി ഒരു ഫോർവേഡ് റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ആ വാല്യൂ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന് അക്രോസ് ഒരു സ്മോൾ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും, ഇതിന് അക്രോസും ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട്. അപ്പോൾ സെൻറ്റർ ടാപ്ഡ് റെക്ടിഫയറിന് ഒരു ഡയോഡ് മാത്രമേ ഉള്ളൂ ഒരു ഹാഫ് സൈക്കിളിൽ വരുന്നുള്ളൂ. അപ്പോൾ അതിന് എത്രയാണോ ഈ ഫോർവേഡ് റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള ഡ്രോപ്പ് എത്രയാണോ അതിൻ്റെ ഡബിൾ ആയിരിക്കും സെൻറ്റർ ടാപ്ഡ് റെക്ടിഫയറിൻ്റെ കേസിൽ ഡയോഡിന് അക്രോസ് ഉള്ള ഫോർവേഡ് ബയസ്ഡ് ഡയോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ്. അപ്പോൾ എഫിഷ്യൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 RF എടുക്കണം. അതായത് എഫിഷ്യൻസിൻ്റെ എക്സ്പ്രഷനിൽ IRMS is equal to PDC is equal to PAC is equal to IRMS square into RF plus RL എന്നാണ് നമ്മൾ നേരത്തെ എഴുതിയത്. പക്ഷേ ഇവിടെ 2 RF plus RL എഴുതേണ്ടി വരും. ഇതാണ് എഴുതിയത്. ഇൻപുട്ട് AC പവർ എന്ന് പറഞ്ഞാൽ IRMS square into 2 RF plus RL. PDC നേരത്തെ പറഞ്ഞ പോലെ തന്നെ IDC square into RL, that is 2Im by pi the whole square into RL. ഇവിടെ Im by √2 the whole square into 2 RF plus RL. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 0.81 into RL by 2 RF plus RL. ഈ RF വളരെ സ്മോൾ ആയത് കാരണം നമ്മൾ നെഗ്ലക്റ്റ് ചെയ്താൽ എഫിഷ്യൻസി എത്ര വരും? 0.81 ആണ് മാക്സിമം എഫിഷ്യൻസി. പക്ഷേ അതിനെക്കാട്ടും കുറച്ച് കുറവായിരിക്കും എഫിഷ്യൻസി RFും കൂടെ ആക്ച്വലി ഉള്ളത് കൊണ്ട്. പിന്നെ റിപ്പിൾ ഫാക്ടർ ആണ്. റിപ്പിൾ ഫാക്ടർ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ 0.8 നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. റിപ്പിൾ ഫാക്ടർ കാണാനുള്ള ഇക്വേഷനിൽ IDCൻ്റെയും IRMSൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0.48 കിട്ടും. ഇത്രയാണ് നമ്മുടെ റെക്ടിഫയേഴ്സ് എന്ന സെക്ഷൻ ഇതോടുകൂടി തീർന്നു. ആദ്യം ഹാഫ് വേവ് റെക്ടിഫയർ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ അതിൽ സെൻറ്റർ ടാപ്ഡും ബ്രിഡ്ജും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫിൽറ്റർ സർക്യൂട്ട്സിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.